നമ്മുടെ മുഖ്യമന്ത്രിക്ക് രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ? ഗണേഷ് കുമാർ എന്ന ഒരു മന്ത്രി ഒഴികെ പിഴവ് പറ്റിയിട്ടില്ല എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ആദ്യ സർക്കാർ, ഒന്നാം പിണറായി സർക്കാരിൽ അദ്ദേഹത്തിന് കീഴിലുണ്ടായിരുന്ന മന്ത്രിമാരൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവരും, അതായത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന മന്ത്രിമാരായിരുന്നു. മുഖ്യമന്ത്രിയുടെ കീഴിലാണെങ്കിലും അവർ ഒരു മന്ത്രിമാരെന്ന നിലയിൽ ശബ്ദമുള്ളവരായിരുന്നു. അവരെ മറ്റുള്ളവരെ അറിയുമായിരുന്നു, ജനം അറിയുമായിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൽ ആകെ അറിയുന്നത് റിയാസിനെയാണ്. അതായത് മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ മന്ത്രിയെ മാത്രമാണ് മറ്റുള്ളവർക്ക് അറിയാവുന്നത്. മറ്റു മന്ത്രിമാർക്കൊന്നും ശബ്ദമില്ല, അവരെ ജനം അറിയുകയുമില്ല. അതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം എന്തും ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഒരു മന്ത്രിസഭയെ സൃഷ്ടിച്ചൊരുക്കുന്നതിൽ പിണറായി വിജയിച്ചു എന്നതാണ് രണ്ടാം പിണറായി സർക്കാരിൽ 2.5 വർഷം ഉണ്ടായിരുന്ന വിജയം. 2.5 വർഷത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്നാൽ ഈ 2.5 വർഷം കഴിയുമ്പോൾ മന്ത്രി ആന്റണി രാജുവിനെ മാറ്റി ഗണേഷ് കുമാർ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് പിഴച്ചു, അതായത് അദ്ദേഹത്തിന്റെ കണ്ട കാഴ്ച പിഴച്ചു എന്ന് മനസ്സിലാവും. എന്തായിരുന്നു നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിന്റെ അതിനു മുമ്പുള്ള അവസ്ഥ? അദ്ദേഹത്തിന്റെ ഉറച്ച മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഏതാനും ആഴ്ചകൾ മുമ്പ് വരെ. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, കേസുകൾ, അതുപോലെ ചില വിവാദങ്ങൾ, ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു പ്രതിച്ഛായ വളരെ മോശമാക്കിയിരുന്നു. അങ്ങനെ പ്രതിച്ഛായ മോശമായ ഒരു വ്യക്തിയെ പിടിച്ച് മന്ത്രിയാക്കാൻ പിണറായി എന്ന മുഖ്യമന്ത്രിക്കും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം UDF-ലേക്ക്, പഴയ തട്ടകത്തിലേക്ക് ചേക്കേറാൻ ഒരു ശ്രമം നടത്തി. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രസ്താവനകളും പല ഡയലോഗുകളും അടിച്ചു. പക്ഷേ അത് വിലപ്പോയില്ല. ഉമ്മൻചാണ്ടി എന്ന മഹാമേരു, അദ്ദേഹത്തിന്റെ അവസാന കാലത്തുണ്ടായിരുന്ന ജനപ്രീതി, അദ്ദേഹത്തിന്റെ മരണശേഷം ഉണ്ടായിരുന്ന ജനസാഗരം, ഇതൊക്കെ വളരെ പെട്ടെന്ന് മറക്കാൻ കോൺഗ്രസിലെ നേതാക്കൾക്കോ അണികൾക്കോ മനസ്സില്ലായിരുന്നു. ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രശ്നം ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല ഈ സമൂഹത്തിൽ സൃഷ്ടിച്ചത്. ആ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ UDF-ലേക്ക് എത്തി നോക്കാൻ കൂടി കഴിയാത്ത വിധമായിരുന്നു ഗണേഷ് കുമാറിന്റെ അവസ്ഥ. ആ അവസ്ഥയിലും LDF-ൽ തന്നെ തുടർന്നുകൊണ്ട് സുരക്ഷിതമായ സ്ഥാനം ഉറപ്പിക്കുന്നതിനും സാധിക്കാതെ, അതല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക് മാറിക്കൊണ്ട് സുരക്ഷിതമായ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയാതെ നട്ടം തിരിയുന്ന അവസ്ഥയിലായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ ഗണേഷ് കുമാർ. എന്നാൽ കാര്യങ്ങൾ വളരെ പെട്ടെന്നാണ് മാറി മറിയുന്നത്. നമ്മൾ മലയാളികൾക്ക് ചില സ്വഭാവമുണ്ട്, വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മറക്കും. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനും ഒക്കെ ആരോപിതരായിട്ട് നിൽക്കുന്ന മാസപ്പടി കേസ്, ആ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണപരാജയം കൂടി ചർച്ചയിൽ വരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ പലതുമുണ്ട്. അതുകൊണ്ട് ഒരു മാറ്റം വരണം, ആ സംസാരത്തിൽ നിന്ന് ഒരല്പം മാറ്റം വേണം. അതിന് മിടുക്കൻ ഗണേഷ് കുമാറാണെന്ന് അറിയാം. കാരണം അദ്ദേഹം വാചാലനാണ്, സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരെ കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയുമാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനം മറന്നു തുടങ്ങിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കാമെന്ന് പിണറായി വിചാരിക്കുന്നു. തന്റെ സ്ഥാനം ഇപ്പോൾ സുരക്ഷിതമാക്കാമെന്ന്. അവിടെയാണ് സഖാവ് പിണറായിക്ക് പിഴച്ചത്. മന്ത്രിസഭാ പുനഃസംഘടന നടത്തിയപ്പോൾ ആന്റണി രാജുവിനെ മാറ്റി KB ഗണേഷ് കുമാറിനെ ഗതാഗത വകുപ്പ് മന്ത്രിയാക്കി. മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ചില പൊടിക്കൈകൾ പറഞ്ഞുകൊണ്ട്, ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സാധാരണക്കാരെ, ജനങ്ങളെ അവർ കയ്യിലെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ മന്ത്രിയാകണം എന്ന് എല്ലാവരും ആഗ്രഹിച്ചു. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും, KSRTC ലാഭത്തിലാകും, ഗതാഗത വകുപ്പ് നന്നാവും, MVD മര്യാദയ്ക്ക് പെരുമാറും എന്നൊക്കെ, അതായത് റോബിൻ ഗിരീഷിനോട് അടക്കം പെരുമാറുന്ന ചില കാര്യങ്ങൾ MVDയെ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. അതിനെയൊക്കെ ഒരു മാറ്റം വരും എന്നൊരു പ്രതീക്ഷ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും സാധിച്ചു. അത് തന്നെയാണ് മന്ത്രിയായി വരുന്നതിന് മുമ്പും ആ മന്ത്രിയായി വന്ന സമയത്തും ആവർത്തിച്ചു കൊണ്ടിരുന്നത്. വളരെ പ്രതീക്ഷയായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്നാണ് തകിടം മറിയുന്നത്. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളും അദ്ദേഹത്തിന്റെ രീതികളും നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ തകിടം മറിക്കുന്നതാണ്. അതായത് 10 രൂപ സവാരിയുണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് ഈ ബസ്സിൽ. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമാണ്. ലാഭകരമല്ല എന്ന വിധത്തിൽ അത് പൂട്ടാൻ പോകുന്നു. അതായത് KSRTC എന്ന സാധാരണക്കാരന്റെ വാഹനത്തെ, സഞ്ചാര വാഹനത്തെ കച്ചവടവൽക്കരിച്ചുകൊണ്ട് ബിസിനസ് രംഗത്തേക്ക് ലാഭമില്ലാത്തതൊക്കെ പൂട്ടുക എന്നുള്ളൊരു നിലപാടിലേക്ക് വന്നു. ആദ്യം എടുത്ത നിലപാട്, ഒരു ബസ് എവിടെ വരെയാണോ ബുക്കിംഗ് ഉള്ളത്, അല്ലെങ്കിൽ എവിടെ വരെയാണോ ആളുള്ളത്, അവിടെ നിന്ന് അങ്ങോട്ട് ആള് കുറവാണെങ്കിൽ അവിടെ വെച്ച് നിർത്തിയേക്കണം, അവിടെ നിന്ന് അങ്ങോട്ടുള്ളവർ വായുവിൽ പറന്നോളണം എന്നൊരു തീരുമാനമെടുത്തു. ഇത് കേരളത്തിലെ വലിയൊരു വിഭാഗത്തെ വെറുപ്പിലേക്ക് കൊണ്ടുവന്നു. കാരണം ഒരു സർവീസ് സെക്ടറിനെ ലാഭകരമാക്കുമ്പോൾ ഒരുപാട് പേരുടെ കണ്ണീര് വീഴും. എന്നാൽ ഇതിനകം ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൃത്യമായി ലഭിക്കും എന്നുള്ള ഒരു ഊഹാപോഹം പരത്തിയത് കൊണ്ട് അവർ വല്ലാണ്ട് പ്രതികരിച്ചില്ല. പക്ഷെ ജനം പ്രതികരിച്ചു. അവരുടെ നാട്ടിലേക്കുള്ള ഒരു ഏക ബസ് 4-5 പേരെ ഉണ്ടാവൂ, പക്ഷെ അവർക്ക് സഞ്ചരിക്കണ്ടേ. തൊട്ടപ്പുറം വരെ നല്ല ജനമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജനം കുറഞ്ഞ ഈ ഭാഗത്തേക്കും അവർക്ക് സഞ്ചരിക്കണം. ആ ബസ് നീളുകയാണ് വേണ്ടത്, നിലനിർത്തുകയാണ് വേണ്ടത്. പക്ഷെ KB ഗണേഷ് കുമാർ അത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. മാത്രമല്ല
മലയാളിയെ അപമാനിക്കുന്ന വിധത്തിൽ പെരിക്കല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എന്തിനാണ് ബസ് ഓടുന്നത്, പെരിക്കല്ലൂരിനെ ഇവിടെ ഭൂപടത്തിൽ തെരഞ്ഞാൽ തന്നെ കിട്ടൂല എന്ന രീതിയിലുള്ള ചില വിവാദ പരാമർശങ്ങളും അദ്ദേഹം നടത്തി. എന്നാൽ അദ്ദേഹം മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് ആർ ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കര എന്ന തന്റെ ഹോം ഗ്രൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ബസ് ഓടിച്ചു. അതായത് ഈ പറഞ്ഞ പെരിക്കല്ലൂരിലേക്ക് ബസ് അനുവദിച്ചത് അദ്ദേഹത്തിന്റെ പിതാവാണ്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ബസ്സുള്ള ഒരേ ഒരു ഡിപ്പോ എന്ന് പറയുന്നത് കൊട്ടാരക്കര ഡിപ്പോ മാത്രമാണ്, മറ്റൊരു ഡിപ്പോയിലുമില്ല. ഇതാണ് അതിന്റെ പ്രത്യേകത. അത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പരിഷ്കാരമാണ്. ആ പരിഷ്കാരത്തെയാണ് തച്ച് ആദ്യം ഉടയ്ക്കുന്നത്. ആയിക്കോട്ടെ, നല്ലത്, എല്ലാ ഡിപ്പോകളിലേക്കും ബസ് വേണ്ട, ഏതെങ്കിലും ഡിപ്പോകളിലേക്ക് വേണ്ട, പക്ഷേ ജനങ്ങളുടെ ആ യാത്ര മുടക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കരുത്. ഇവിടെ പെരിക്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്ന വണ്ടി മുഴുവൻ ബുക്കിംഗ് ആണ്. പക്ഷേ ബുക്കിംഗ് അല്ലാത്തവർക്ക് സഞ്ചരിക്കണ്ടേ? അല്ലാത്തവർക്ക് സഞ്ചരിക്കണമല്ലോ. അതുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങളാണ് വേണ്ടത്. ഇനി ഒരു പക്ഷേ ആള് കുറഞ്ഞ ഏരിയയിലാണെങ്കിൽ ചെറിയ ബസ്സുകൾ ഇടണം, യാത്രാ സൗകര്യം ഒരുക്കണം, മിനി ബസ്സുകൾ അനുവദിക്കണം, മിനി ബസ്സുകൾ തിരിച്ചു കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി ഈ സർവീസ് സെക്ടറിനെ നിലനിർത്തുകയാണ് വേണ്ടത്. പകരം ബസ് എന്ന് പറയുന്ന 6 ചക്രത്തിൽ ഓടുന്ന ഒന്നിനെ ലാഭകരമാക്കി നോക്കിക്കൊണ്ട് അതിന്റെ വരുമാനം മാത്രം എടുത്തുകൊണ്ട് KSRTC മുഴുവൻ നിലനിർത്താമെന്ന മണ്ടൻ ബുദ്ധി അവതരിപ്പിക്കുന്ന മന്ത്രിയെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. KSRTCക്ക് മറ്റ് അസറ്റുകൾ ധാരാളമുണ്ട്. ഓരോ സ്റ്റാൻഡുകളിലും ബിൽഡിങ്ങുകളുണ്ട്. അതുപോലെ വിദേശ മാതൃകയിൽ അദ്ദേഹം വിവരവും വിദ്യാഭ്യാസമുള്ള വിവേകമുള്ള ഒരു വ്യക്തിയാണ്. കേരള മന്ത്രിസഭയിൽ ഇന്നത്തെ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് സാധിക്കുന്ന ഒരു മന്ത്രിയുമാണ്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നതിൽ കഷ്ടമുണ്ട്. അദ്ദേഹത്തിന് KSRTCയിലുള്ള നിലവിലുള്ള സൗകര്യങ്ങളെല്ലാം, അത് ബിൽഡിംഗ് ആയാലും മറ്റു മേഖലയായാലും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധിക വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ അധിക വരുമാനം KSRTC എന്ന സർവീസ് മേഖലയിലേക്ക്, ബസിന്റെ സർവീസ് മേഖലയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ ലാഭകരമാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സർവീസ് സെക്ടറിനെ നഷ്ടമില്ലാതെ നിലനിർത്തുകയെങ്കിലും ചെയ്യാം. അതിനെക്കുറിച്ച് യാതൊന്നും തന്നെ അദ്ദേഹം സംസാരിക്കുന്നില്ല. പകരം KSRTC എന്ന ചക്രമുരുളുന്ന ബസ് കൊണ്ട് ലാഭത്തിലാക്കുന്ന കാര്യമാണ് നോക്കുന്നത്. അത് മാത്രമേ അറിയൂ. അതായത് ജനങ്ങളെ മറന്നുകൊണ്ടാണ് അദ്ദേഹം ഭരിക്കുന്നത്. അപ്പോ ഇവിടെ ജനങ്ങളിൽ നിന്നൊരു വലിയ എതിർപ്പുണ്ടായി വരികയാണ്. അതായത് ജനങ്ങളെ LDF സർക്കാരിലേക്ക് അടുപ്പിക്കാനും ഈ പിണറായി സർക്കാർ നല്ലതാണ് എന്ന് പറയിക്കാനും വേണ്ടി കൊണ്ടുവന്ന KB ഗണേഷ് കുമാർ എന്ന മന്ത്രി, ആ മന്ത്രി തന്നെ ജനവിരുദ്ധനായി അറിയപ്പെടുകയാണ് ഇപ്പോൾ. അതായത് ജനങ്ങൾക്ക് വിരുദ്ധനായി അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നു. അതിനും പുറമെയാണ് നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രി ആന്റണി രാജുവിനെതിരെയുള്ള കടന്നുകയറ്റങ്ങൾ, മറ്റുള്ളവരെ പാർട്ടിക്ക് നേരെ തന്നെയുള്ള ആ കടന്നുകയറ്റങ്ങൾ. അതായത് പാർട്ടി പറയുന്ന അനുസരിക്കില്ല, നേരത്തെ മന്ത്രി കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കും. അതായത് എന്തും തന്റെ ഇഷ്ടത്തിൽ ആരും കടന്നു കയറണ്ട എന്നുള്ള ധാർഷ്ട്യത്തോടുള്ള ഇടപെടൽ. അതിന് ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ 10 രൂപ ബസ് നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ തീരുമാനം ഒരു മണ്ടൻ തീരുമാനമാണ്. ലോകത്തിന്റെ ഒരു വികസിത ഒരു കാഴ്ചപ്പാടിലേക്ക് മറ്റു ലോകരാജ്യങ്ങളിലൊക്കെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു ബസ്സിൽ കയറിയാൽ, ഒരു മിനിമം ടിക്കറ്റ് എടുത്താൽ ആ ബസ്സിൽ അവർക്ക് ഇഷ്ടമുള്ള സ്റ്റോപ്പിൽ ഇറങ്ങാം, അടുത്തത് അതേ കമ്പനിയുടെ മറ്റൊരു ബസ്സിൽ കയറി യാത്ര ചെയ്യാം. അങ്ങനെ ആ ഒരു ടിക്കറ്റിൽ ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്ത് അവരുടെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ 10 രൂപ ബസ് കൊണ്ട് സർവീസ് ചെയ്തുകൊണ്ട് എല്ലാ ബസ്സുകളിലും യാത്ര ചെയ്യാം എന്നൊരു സിസ്റ്റം വന്നാൽ ഇവിടെ ടൂറിസം വളരും. അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി കണ്ടുകൊണ്ട് ഇതിനെ വികസിപ്പിക്കുന്നതിന് പകരം അത് തന്നെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമില്ലാത്തതാണ്. അത്തരത്തിൽ ദീർഘവീക്ഷണമില്ലാത്ത ഒരു മന്ത്രി ഇവിടെ ഉണ്ടാകുമ്പോൾ അത് നേരത്തെയുള്ള മന്ത്രിയുടെ കാഴ്ചപ്പാടുകളെ, വികസന കാഴ്ചപ്പാടുകളെ, അദ്ദേഹം ഒരുപക്ഷെ ഭരണപരാജയം ഉണ്ടായിരുന്ന ഒരു മന്ത്രിയായിരിക്കാം, പക്ഷെ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളും അദ്ദേഹം തുടങ്ങി വെച്ച ചില കാര്യങ്ങളുമുണ്ട്. അതിനെയൊക്കെ തച്ചുടയ്ക്കാതെ, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാതെ അതിനൊരു എതിർപ്പും വെറുപ്പും ഉണ്ടാക്കി വെക്കുമ്പോൾ അത് പിണറായിക്ക് ഒരു തലവേദനയായി മാറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയാണ് ഇന്ന് മന്ത്രി ഗണേഷ് കുമാർ പിണറായിയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നിലനിർത്തി കഴിഞ്ഞാൽ നേരത്തെ ഉള്ള സഖാക്കന്മാർ അല്ലെങ്കിൽ ഭരണത്തിലിരുന്നവരുടെ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു. പാർട്ടിക്ക് തന്നെ വലിയ ക്ഷീണം ഉണ്ടായി വരുന്നു. എന്നാൽ രാജിവെപ്പിച്ചു കഴിഞ്ഞാൽ അത് അതിലും പ്രശ്നം. അദ്ദേഹം ജനകീയനാണ്. അതുമല്ലെന്നുണ്ടെങ്കിൽ KSRTC നന്നാക്കാൻ വേണ്ടിയുള്ള ഒരു മാസ്റ്റർ പ്ലാൻ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു മന്ത്രിയെ പുറത്താക്കിയെന്ന ചീത്തപ്പേരും വരും. അത് മാത്രമല്ല, ഇവിടെ KB ഗണേഷ് കുമാർ എന്ന വ്യക്തി ഇവിടെ മന്ത്രിയായി വരുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിനുള്ള സ്റ്റാറ്റസ് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. അദ്ദേഹത്തിന്റെ കുടുംബ വഴക്കുകളും മറ്റു കാര്യങ്ങളും അതുപോലെ ചില പ്രശ്നങ്ങളും കൊണ്ട് അദ്ദേഹം വളരെ പ്രതിസന്ധിയിലായിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ പല കാര്യങ്ങളും ഇദ്ദേഹം ചെയ്തു എന്നുള്ള ആ ചീഞ്ഞെന്നാറിയ ഒരു ആരോപണം അല്ലെങ്കിൽ ആ ഒരു വിഷയം, അത് ജനകീയമായിട്ട് അദ്ദേഹത്തെ ജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോ KB ഗണേഷ് കുമാർ എന്ന മന്ത്രി സുരക്ഷിതനാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വാക്ചാതുര്യമുള്ള കഴിവുള്ള ഒരു മന്ത്രി തന്നെയാണ്. അദ്ദേഹം ശരിയായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയാൽ കേരളത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. പക്ഷെ ഇപ്പോ CPM-ന് ഒരു തലവേദനയാണ്. ഈ തലവേദനയെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും അപകടമാണ്. അദ്ദേഹത്തിന് ഇപ്പോ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു തലവേദനയെല്ലാം മാറി അദ്ദേഹം സുരക്ഷിതനായി ഇരിക്കുകയാണ്, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അദ്ദേഹത്തെ പടിയിറക്കി വിട്ടാൽ
അദ്ദേഹത്തിന് CPM-ൽ സ്ഥാനം വേണമെന്നോ അല്ലെങ്കിൽ UDF-ൽ സ്ഥാനം വേണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. നേരെ ചെന്ന് BJP പാളയത്തിൽ കയറും. അടുത്ത പാർലമെന്റ് ഇലക്ഷനിലോ അസംബ്ലി ഇലക്ഷനിലോ പുഷ്പം പോലെ അദ്ദേഹം ജയിച്ചു വരും. ഇതേ പിണറായി സർക്കാരിനും ഇതേ UDF-നും എതിരായി നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ പേരും പെരുമയും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. ഇവിടെ ഒന്നുമില്ലാതെ നിന്ന ഒരു വ്യക്തിയെ എല്ലാമാക്കി തീർത്ത അല്ലെങ്കിൽ എല്ലാമാകാൻ അവസരം ഉണ്ടാക്കിയത് കൊണ്ട് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളൊരവസ്ഥയിലാണ് ഇന്ന് പിണറായി. ഈ കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അത് സ്വതന്ത്രമായി ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിബോധമുള്ള, വ്യക്തിത്വ ബോധമുള്ള, സാമൂഹ്യ ബോധമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഗണേഷ് കുമാർ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ പലതും മണ്ടൻ തീരുമാനങ്ങളാണ്. അത് KSRTCയെ രക്ഷപ്പെടുത്താൻ എന്ന രീതിയിൽ താങ്കൾ ചെയ്യുന്നത് ശരിയായ തീരുമാനങ്ങളല്ല. ജനങ്ങളുടെ സർവീസ് സെക്ടർ നിലനിർത്തിക്കൊണ്ട് KSRTCയെ ലാഭത്തിലാക്കാൻ കഴിയും. അത്തരം മാർഗങ്ങൾ കൂടി ചെയ്തുകൊണ്ട് താങ്കൾ ഏറ്റെടുത്ത വകുപ്പിനെ നന്നായി കൈകാര്യം ചെയ്യുക. അല്ലെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് കഴിവും പ്രാപ്തിയുള്ള മറ്റൊരാളെ ഉപയോഗിക്കുക. ഏതായാലും ഈ തരത്തിൽ ജനങ്ങളെ കഷ്ടത്തിലാക്കിക്കൊണ്ട്, ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട്, അവരുടെ സർവീസ് മേഖലയെ നശിപ്പിച്ചുകൊണ്ട് ഈ ഭാഗത്തെ KSRTC ലാഭത്തിലാക്കാം എന്ന് കരുതുന്നത് ജനവിരുദ്ധമാണ്, ജനദ്രോഹമാണ്.